ആമുഖമായി ചിലത് ഓർമ്മപ്പെടുത്തിയില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. ഞാനും ധാരാളം പ്രസംഗങ്ങൾ പ്രസംഗിച്ചു. ഒരുപക്ഷെ എന്നേക്കാൾ എത്രയോ പ്രസംഗങ്ങൾ, പ്രത്യേകിച്ച് ഈ പുണ്യഭൂമി ചുമ്മാ പോകുന്നവനും ശുദ്ധീകരിക്കപ്പെടുന്ന ഭൂമിയാണ്. കയറി ഇറങ്ങി പോകുന്നവരൊക്കെ അച്ഛൻ പറഞ്ഞതുപോലെ ഏത് നല്ല കാര്യത്തിനും ഏത് കാര്യങ്ങൾക്കും ഇതുവഴി പോകുമ്പോൾ പരിശുദ്ധനായ പരിമലത്തിരുമയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് ഞാൻ പുണ്യം നേടാറുണ്ട്, ഞാൻ ജീവിതം നേടാറുണ്ട്, ഞാൻ സമ്പന്നനാവാറുണ്ട്, ഞാൻ ധന്യനാകാറുണ്ട്. എല്ലാം നേടിയെന്നുള്ളതല്ല, എന്നെ കരുതുന്നൊരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവ് ഈ ഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ, ദൈവനാമത്തിലായിരിക്കുമ്പോൾ എനിക്കവനെക്കുറിച്ച് ലജ്ജയില്ല. എന്നെക്കുറിച്ച് നാണിക്കുന്നവനെക്കുറിച്ച് ഞാനും നാണിക്കുമെന്നൊരു വേദവാക്യമുണ്ട്. ലജ്ജയില്ലാതെ മടിയില്ലാതെ അവനെ ഉയർത്തുവാൻ തക്കവണ്ണം ഇനിയുള്ള കാലം, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അധികം മുന്നോട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഉള്ള കാലങ്ങൾ